ഹായ് ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ ഞാനിത് മധുരമുള്ള ചട്ടിപ്പത്തിരിയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ദോശ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൈദ കലക്കി ദോശയാണ് ഉണ്ടാക്കിയത്, എന്നിട്ട് അതുകൊണ്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ചപ്പാത്തി പരത്തുന്ന അത്രയും സമയമൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 12 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ ചട്ടിപ്പത്തിരിയാണ്, അതുകൊണ്ട് തന്നെ 12 മുട്ട എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ നേരത്തെ തന്നെ ഒന്ന് വറുത്ത് കോരി എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കസ്കസാണ്, വെളുത്ത കസ്കസ്. പിന്നെ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ നമ്മുടെ ദോശയ്ക്ക് വേണ്ട മൈദയൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിരുന്നു, പക്ഷേ 1 കപ്പ് മൈദ എനിക്ക് ആവശ്യമായി വന്നിട്ടുള്ളൂ. 1 കപ്പ് മൈദയിലേക്ക് നമുക്ക് അല്പാൽപ്പമായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശയുടെ ഒക്കെ ഒരു പരുവത്തിനുള്ള ഒരു ബാറ്ററായിട്ട് എടുക്കാം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൂസായി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അല്പാൽപ്പമായി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ അധികം തിക്കായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയായി. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് തന്നെയാണ് ദോശയും തയ്യാറാക്കുന്നത്. അപ്പം വട്ടം എല്ലാം കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഈ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ദോശ തയ്യാറായി കിട്ടും. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ദോശയും തയ്യാറാക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മുട്ട മുഴുവൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 12 മുട്ട എടുത്തു, മുട്ട മുഴുവൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇതല്ല, ഇപ്പോൾ ഏലക്ക ഞാൻ തൊലി കളഞ്ഞ അരി മാത്രമേ എടുക്കുന്നുള്ളൂ. ആ അരി മാത്രം ഇതിനകത്തേക്ക് ഒന്ന് പിച്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് അലിഞ്ഞ് വരണം. അതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നാൽ ഇതുപോലെ മിക്സിയുടെ ജാറിലാക്കുകയാണെങ്കിൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വിസ്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് വെച്ച് ആ പാനിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 3 മുട്ടയുടേത് ഉണ്ടാവും. അത് ആ ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് ചിക്കി, നമ്മൾ മുട്ടയൊക്കെ ചിക്കി പൊരിക്കൂലേ, അതുപോലെ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം. മുട്ടയും പഞ്ചസാരയും ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. ഇത് നന്നായിട്ട് വെന്ത് കുറുകി ചിക്കിയെടുക്കണം നമ്മൾ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. കരിഞ്ഞു പോകും. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എങ്ങോട്ടും മാറരുത്. ഒരല്പം നേരം മാറിക്കഴിഞ്ഞാൽ അപ്പോഴത്തേന് കരിഞ്ഞു പോകും. ഇതിനൊരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. ഏലക്കായുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ചേർത്തത്. ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഏലക്ക ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആയി തുടങ്ങി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ ദോശയെല്ലാം ചൂടാറി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കനം കുറഞ്ഞ നല്ല ദോശയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ആ മുട്ടയുടെ ആ ഒരു ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഒരു 3 മുട്ടയുടേത് ഉണ്ടാവും. ബാറ്റർ മാറ്റി വെച്ചായിരുന്നു, ആ ബാറ്ററാണിത്. ഇനി നമുക്ക്
നമ്മുടെ ദോശ ഓരോന്നായിട്ട് എടുത്ത് ആ മുട്ടയുടെ ആ ബാറ്ററിനകത്ത് മുക്കിയിട്ട് ഇതിനകത്ത് വിരിച്ചു കൊടുക്കണം. ആദ്യം ആ ഫസ്റ്റ് ലെയർ നമ്മൾ നമ്മുടെ ആ ദോശയാണ് വെക്കുന്നത്. ദോശയാകുമ്പോൾ ദോശ, ഇനിയിപ്പോൾ ചപ്പാത്തി ചെയ്യുന്നവർക്കാണെങ്കിൽ ചപ്പാത്തി. അപ്പോൾ ആ മുട്ടയുടെ ആ ബാറ്ററിനകത്ത് മുക്കിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഇടണമെന്നില്ല, കുറേശ്ശെയായിട്ട് എല്ലാ ഭാഗത്തേക്കും ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്നത് പോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് തൂവി കൊടുക്കാം. എല്ലാ ഭാഗത്തും വരുന്നത് പോലെ കുറേശ്ശെയായിട്ട് തൂവി കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മറ്റൊരു ചപ്പാത്തി എടുത്തിട്ട് അല്ലെങ്കിൽ ദോശ എടുത്തിട്ട് ഇതുപോലെ ആ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് വയ്ക്കാം. ഇതുപോലെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായി വരും. നന്നായിട്ട് തന്നെ കിട്ടും. പൊട്ടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ആ മുട്ടയുടെ മിക്സ്, പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി, അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കസ്കസ് എല്ലാം തൂവി കൊടുക്കാം. വീണ്ടും ദോശ വയ്ക്കുക, എന്നിട്ട് വീണ്ടും മുട്ടയൊക്കെ തൂവി കൊടുക്കുക. ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കട്ടി വേണോ അത്രയും ചെയ്തെടുക്കാം. എത്ര ലെയറായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി എത്രയുണ്ടോ അതിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ദോശയാണ് വെക്കേണ്ടത്. ദോശൻ്റെ മുകളിൽ പിന്നെ മുട്ടയൊന്നും തൂവി കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ ദോശയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ സൈഡിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഫില്ലായി കിട്ടും. സൈഡിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മധുരം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. മധുരം ഇല്ലാതെയാണെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ പിന്നെ സാധാരണ നമ്മൾ മറ്റുള്ളതിനൊക്കെ മസാല ഉണ്ടാക്കുന്നത് പോലെ മസാലയാക്കിയിട്ട് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മുട്ടയുടെ മിക്സ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു പഴയ പാന് വെച്ചിട്ട് ആ പാനിൻ്റെ മുകളിലേക്കാണ് ഈ ചട്ടിപ്പത്തിരി വെക്കുന്ന ആ ഒരു പാത്രം വെച്ചേക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരു 20 മിനിറ്റൊക്കെ ചെയ്താൽ തന്നെ കുക്കായി കിട്ടും. 20 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിം കൂടി പോവരുത്. അപ്പോൾ അടി കരിഞ്ഞു പോവും. നമ്മളിതുപോലെ അടിക്ക് വേറൊരു പാത്രം വയ്ക്കുന്നതുകൊണ്ട് അടി കരിഞ്ഞു പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. ഒരു 20 മിനിറ്റ് മതിയാവും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് മേൽഭാഗം കാണുമ്പോൾ വെന്തിട്ടില്ലാന്ന് തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല, എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നേരത്തെ നെയ്തടവിയതുകൊണ്ടും പെട്ടെന്ന് കിട്ടും. ഇനി ഇതുപോലത്തെ പാൻ എന്തെങ്കിലും വെച്ചിട്ട് അതിനൊന്ന് ഇതിനകത്തേക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് അതിൻ്റെ മേൽഭാഗം, അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും, മേൽഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അടിഭാഗം കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. തിരിച്ചിട്ടിട്ടും ആ അടിവശം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ, ക്രിസ്പി ആവണമെന്നില്ല, എന്നാലും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചട്ടിപ്പത്തിരി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ചെയ്യാനൊക്കെ. ദോശയുണ്ടെങ്കിൽ ദോശ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ചപ്പാത്തിയോ ദോശയൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക.